همه. بسم الله ما شاء الله كان ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. صدق الله مولانا العلي العظيم. وقال نبينا وسيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم: ما نحل والد لولد من نحل أفضل من ندب حسن. شفيعنا رسول الله صلى الله عليه وسلم. ഏറ്റവും അഭിനന്ദരായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഈ മഹത്തായ സദസ്സിൽ സമ്മേളിച്ചിട്ടുള്ള രക്ഷിതാക്കൾ, മുഅല്ലിമീങ്ങൾ, ഉമറാക്കൾ, മറ്റ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ കൂടലും പിരിയലും അവന്റെ റിളയിലായി പൊരുത്തത്തിലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ പരിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളായി നിലകൊള്ളുവാനും സമയം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സ്വർഗം കണ്ടു മരിക്കുവാനും പടച്ച റബ്ബ് നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും അസുഖങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുതകരമാവണ്ണം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് പടച്ച റബ്ബ് നന്നാക്കി തീർക്കുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കളമശ്ശേരി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 40ാം വാർഷിക സമാപന സമ്മേളനത്തിലാണ് നാം ഇവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ ചർച്ച ചെയ്യുവാനായിട്ട് നൽകപ്പെട്ട വിഷയം നമ്മുടെ പ്രമേയം തന്നെയാണ്: മതവിദ്യ മാനവ സംസ്കരണത്തിന് എന്നതാണ്. ഏറ്റവും പ്രധാനമായ ഒരു ടൈറ്റിലാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്, ഏറ്റവും പ്രധാനമായ ഒരു മെസ്സേജ്. കാരണം മതവിദ്യ എന്നതിനെ ചേർത്തി പറഞ്ഞിരിക്കുന്നത് മാനവികമായ, ഒരിക്കലും അതിനെ സെക്ടോറിയലായി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മാനവ സമൂഹം മുഴുവനും കൊതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യഥാർത്ഥ മതവിദ്യയുടെ സ്വാംശീകരണത്തിലൂടെ ഉണ്ടാക്കപ്പെടുന്ന സംസ്കരണത്തെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയുമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ നിദാനം എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു വാസ്തവമാണ്. പരിശുദ്ധ ഖുർആൻ ലോകത്തിന് മുഴുവനും അവതീർണമായ വേദഗ്രന്ഥമാണ് എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി നമുക്ക് പറയാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യം: ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ. മാഷാ അല്ലാഹ്, ഈ ഖുർആൻ എന്തിനു വേണ്ടിയാണ്? ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ലിതുൻദിറ, നബിയെ നിങ്ങൾ ഇതിനെ, ഈ ഖുർആൻ വെച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബോധനം നടത്താനാണ്, ജനങ്ങൾക്ക് മെസ്സേജുകൾ പ്രഘോഷണം ചെയ്യാൻ വേണ്ടിയാണ്. ഏത് ജനങ്ങൾ? ഉമ്മൽ ഖുറ, പരിശുദ്ധമായ ഗ്രാമങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മക്കയാണ് അവിടെ ഉദ്ദേശ്യം. ആ മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ, അവിടുത്തെ ആളുകളെ ഉത്ബോധനം നടത്തുന്നതിന് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല. ഖുർആനിന്റെ മെസ്സേജ് മാനവ സമൂഹത്തിലേക്ക് വ്യാപനം ചെയ്യപ്പെടണം. അത്
വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലേക്ക് അതിന്റെ മെസ്സേജുകൾ എത്തണം. അതിന് ഭാഷ പ്രശ്നമാകാൻ പാടില്ല, അതിന് ദേശങ്ങൾ പ്രശ്നമാകാൻ പാടില്ല, അതിന് ഭൂഖണ്ഡങ്ങൾ പ്രശ്നമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. മാഷാ അല്ലാഹ്, ഇതിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഇറ്റ് ഈസ് അമേസിംഗ്, ആശ്ചര്യജനകമാണ്. കാരണം ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഭൂമി ഉരുണ്ടതാണ് എന്നാണ്. അതിനെ ദ്യോതിപ്പിക്കുന്ന വിധം പരിശുദ്ധ ഖുർആനിന്റെ കണ്ടമാനം പദപ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രസകരമായ ഖുർആനിന്റെ ഒരു പ്രയോഗത്തെ ഞാൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് ആരംഭം കുറിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഗ്രാമറ്റിക്കലി നമുക്കറിയാൻ സാധിക്കും, പെലിൻഡ്രോം എന്ന് പറയുന്ന ഒരു വിധം പദങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടാറുണ്ട്. അഥവാ അത് എഴുതപ്പെട്ടു കഴിഞ്ഞാൽ വലത്തു നിന്ന് ഇടത്തോട്ടും ഇടത്തു നിന്ന് വലത്തോട്ടും ഒരുപോലെ റീഡബിളാകുന്ന പദങ്ങളെയാണ് നമ്മൾ പെലിൻഡ്രോം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നമ്മൾ മലയാളം എന്നെഴുതിയാൽ MALAYALAM, തിരിച്ചു വായിച്ചാലും മലയാളം, നേരെ വായിച്ചാലും മലയാളം. ഇത്തരം പദങ്ങളെ നമ്മൾ പെലിൻഡ്രോം എന്ന് പറയാറുണ്ട്. ഖുർആനിൽ ഇതേമാതിരി പദപ്രയോഗങ്ങളുണ്ടോ? ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധ്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് യാസീൻ 36-ാം അധ്യായം. വളരെ ചിന്തോദ്ദീപകമാണ് അള്ളാഹുവിന്റെ ഈ പദപ്രയോഗം. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൗരയൂഥം, സൂര്യനും അതിനെ കറങ്ങുന്ന ഗ്രഹങ്ങളും അതിന്റെ ഉപഗ്രഹങ്ങളും അടങ്ങുന്ന ഈ സൗരയൂഥത്തിന്റെ എലിപ്റ്റിക്കൽ മോഡലിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള പ്രപഞ്ചത്തിന്റെ ചലനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദം എലിപ്റ്റിക്കൽ മോഡലിൽ അത് കറങ്ങിക്കൊണ്ട്, ഇത് അനന്റിംഗ് പ്രോസസ്സാണ്, അത് നിലക്കാത്ത ഒരു ഫംഗ്ഷനാണ്. അത് എന്നാണോ നിലക്കുന്നത് അന്ന് ഈ ലോകത്തിന്റെ അന്ത്യമാണ്. അപ്പോ അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു കുല്ലുൻ ഫീ ഫലക്. അവ എല്ലാം അതിൻ്റെതായ ഭ്രമണപഥത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വായിച്ചാലും ഇതേ പദമാണ്, കുല്ലുൻ ഫീ ഫലക്. കാഫ് ലാം ഫാ ലാം കാഫ്. തിരിച്ചു വായിച്ചാൽ കാഫ് ലാം ഫാ ലാം കാഫ്. മാഷാ അല്ലാഹ്, കാരണം ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രോസസ്സിന്റെ പദപ്രയോഗം പോലും ഈസ് അമേസിംഗ്, ആശ്ചര്യജനകമാണ്. കഴിഞ്ഞില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേമാതിരി മറ്റൊരു പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ നടത്തിയിരിക്കുന്നത് വറബ്ബക ഫകബ്ബിർ എന്നതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്, പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിന്റെ വ്യാപനമാണ്. ഈ മെസ്സേജ് ലോകത്തിലെമ്പാടും പ്രചരണം നടത്തപ്പെടണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. ഖുർആൻ അതുകൊണ്ടാണല്ലോ ഇറങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ വചനം പഠിക്കാൻ, വായിക്കാൻ, മനനം ചെയ്യാൻ, ഗവേഷണം ചെയ്യാൻ, അതുവഴി to know the Almighty Allah, to know the existence of God, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അറിയാൻ സാധ്യമാവും. Read in the name of your Lord who created man from a clot of blood. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വീണ്ടും വായിക്കണം, ഇഖ്റ and your Lord is very bountiful. ഇഖ്റ വറബ്ബുക്കൽ അക്രം. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവന്റെ ഇസ്മ, അവന്റെ സ്മരണ, അത് പ്രപഞ്ചത്തിൽ എല്ലാ സന്ദർഭത്തിലും അത് നടന്നുകൊണ്ടേ ഇരിക്കണം. അത് നിലക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ അന്ന് ഈ ലോകത്തിന്റെ അന്ത്യമാണ്. لا تقوم الساعة حتى لا يقال في الأرض الله الله وفي رواية أخرى لا إله إلا الله. ഈ ലോകത്ത് എന്നാണോ അല്ലാഹുവിനെ സ്മരിക്കപ്പെടുന്ന അവസരം ഇല്ലാതെയായി മാറുക അന്ന് ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യമാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടല്ലേ നിസ്കാരം പോലും അഫ്ളലു ഇബാദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുൽ ബദൻ അസ്സലാഹ്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായത് നമസ്കാരമാണ്. ആ നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. മാഷാ അല്ലാഹ്, കഴിഞ്ഞില്ല. എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ്? അത് ആഴ്ചയിൽ ഒരു ദിവസമാണെന്ന് മാത്രമല്ല, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ. ജുമുഅ ദിവസം എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളുടെ നേതാവാണ്. ആ ദിവസങ്ങളുടെ നേതാവ് 7 ദിവസമാണ് നമുക്കൊരാഴ്ച എന്ന് പറഞ്ഞാൽ. ഈ 7 ദിവസമുള്ള ഒരാഴ്ചയിൽ ആ ഒരൊറ്റ ദിവസം അല്ലാഹുവിനെ നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കണം. കാരണം ബാക്കിയുള്ള 6 ദിവസങ്ങളിലും ഗുരുത്തക്കേടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു ജനറൽ റിമൈൻഡിങ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ മടക്കം അല്ലാഹുവിലേക്കാണ് എന്ന്. അതുകൊണ്ടാണല്ലോ സബ്ബിഹിസ്മയും ഹൽ അതാക്കയും നമ്മളോട് വെള്ളിയാഴ്ച രാവിലെ
ഓതാൻ വേണ്ടി പുണ്യനബി പറഞ്ഞത്. ഈ 2 സൂറത്ത് ഓതുന്നില്ലെങ്കിൽ ജുമുഅയും മുനാഫിഖുൻ നമ്മളോട് ഓതാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇതിലെല്ലാം അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിനെ ഓർമ്മിക്കണമെന്നതാണ്. സുബ്ഹിസ്മ റബ്ബിക്കൽ അഅല, അല്ലേ? അങ്ങനെ തുടങ്ങി അവസാനം ആ മെസ്സേജ് എവിടെയാണ് നമ്മൾ എത്തിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരും ചിന്തിപ്പിക്കുകയാണ്, നിങ്ങളുടെ എല്ലാം മടക്കം ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, നിങ്ങളൊക്കെ നമ്മളിലേക്ക് മടക്കപ്പെടും. അപ്പോ എന്റെ അടുക്കലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. നമ്മൾ പറഞ്ഞു വരുന്നത് വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പദത്തിൽ തന്നെ വലിയ ചിന്തയുണ്ട്. ഈ ലോകത്തിലേക്ക് മുഴുവനും വ്യാപിക്കേണ്ട മെസ്സേജ് ലാ ഇലാഹ ഇല്ലല്ലാഹയാകണം. മതാ കുതിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുതിബ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതാ യുഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഖാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീഅത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ലേ? എവിടെയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയപ്പെട്ടാൽ ഉടനെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയണം, അല്ലേ? എവിടെയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതപ്പെട്ടാൽ അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ ബേക്കിൽ എഴുതപ്പെടണം. ഇത് ശരീഅത്തിന്റെ കാഴ്ചപ്പാടാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എത്ര പദങ്ങളാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 12 അക്ഷരങ്ങളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതി നോക്കൂ, അതിലും 12 അക്ഷരങ്ങളാണ്. 12 + 12 = 24. ഒരു ദിവസത്തിലെ മണിക്കൂറുകളുടെ എണ്ണം 24ആണ്. 24 മണിക്കൂറും നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലാഹുവിൽ അധിഷ്ഠിതമാകണം, മതബോധത്തിൽ അധിഷ്ഠിതമാകണം, ദൈവചിന്തയിൽ അധിഷ്ഠിതമാകണം, പ്രവാചക ചര്യയിൽ ഊന്നിയായിരിക്കണം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് യഥാർത്ഥ സ്മരണ. അല്ലാഹുവിനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ആ സംഗതി അല്ലാഹു തആല പറയാൻ ഉപയോഗിച്ച പദം നോക്കൂ നിങ്ങൾ, റബ്ബക ഫകബ്ബിർ. തിരിച്ചു വായിച്ചു നോക്കൂ, റ ബ ക ഫ ക ബിർ. തിരിച്ചു വായിച്ചാലും അങ്ങനെ തന്നെയാണ്. മാഷാ അല്ലാഹ്, ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ ഗംഭീരമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താണ്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? നമുക്കറിയാൻ കഴിയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ പടച്ച് സംവിധാനിച്ചപ്പോൾ അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? എനിക്ക് മനുഷ്യനെ പടക്കുക എന്നത് അത്ര പണിയുള്ള കാര്യമല്ല. 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ എത്രയോ അഹ്വനാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ക്രിയേഷൻ എന്നത് ഖുർആനിൽ തന്നെ സാക്ഷ്യമായിട്ടുള്ള വിഷയമാണ്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്തു തലാഖിന്റെ അവസാനത്തെ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ തലാഖ് നമ്മൾ ചിന്തിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദീ റഫഅ, അല്ലാഹുല്ലദീ ഖലഖ 7 സമാവാത്. എന്തിനാണ് അല്ലാഹു ഈ 7 ആകാശങ്ങൾ, ഈ ഹെവൻലി ബോഡീസ് എന്തിനാണ് അല്ലാഹു പടച്ചത്? വമിനൽ അർളി മിസ്ലഹുന്ന, 7 ആകാശങ്ങളെ പടച്ച അല്ലാഹ് 7 ഭൂമികളെയും പടച്ച അല്ലാഹ് എന്തിനു വേണ്ടി? യതനസ്സലുൽ അംറു ബൈനഹുന്ന, അതിലൂടെ അല്ലാഹുവിന്റെ കാര്യങ്ങൾ, മെസ്സേജുകൾ, മലക്കുകളുടെ ക്രയവിക്രയങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറതെറ്റാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് അല്ലാഹു പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ലിതഅലമൂ, നിങ്ങൾ ഇൽമുള്ളവരാകാൻ. ഇൽമുള്ളവർ, ഇതേത് ഇൽമാണ്? ഇതേത് ഇൽമാണ്? നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മതവിദ്യയാണ്. ഇതേത് ഇൽമാണ്? അല്ലാഹുവിനെ അറിയുക എന്ന ഇൽമിന് വേണ്ടിയാണ് പ്രപഞ്ചത്തിന്റെ ക്രിയേഷൻ. ലിതഅലമൂ, ഇൽമുള്ളവരാകാൻ. ഏത് ഇൽമ്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. എന്റെ റബ്ബ് ഗംഭീരനാണ്, എന്റെ റബ്ബ് എല്ലാമാണ്. ഈ തിരിച്ചറിവ്, യഥാർത്ഥത്തിൽ ഈ അറിവിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചങ്ങളെ പടച്ചത്, 7 ആകാശങ്ങളെ പടച്ചത്, 7 ഭൂമിയെ പടച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ. കഴിഞ്ഞില്ല. ولتعلموا أن الله على كل شيء قدير
وأن الله قد أحاط بكل شيء علما. അല്ലാഹുവിന് എല്ലാം അറിയാം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്ന സത്യവും നീ മനസ്സിലാക്കാൻ, നിങ്ങൾ പഠിച്ചെടുക്കാൻ. അൽഹംദുലില്ലാഹ്. ലിതഅലമു എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ പാപ്പ ഒരുപക്ഷേ ഇന്ന് ഖബറിൽ കിടക്കുന്ന കേരളത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഖബറിൽ സുഖമനുഭവിക്കുന്ന ഒരു മഹാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരിക്കാം. അൽഹംദുലില്ലാഹ്. വലിയ മഹാനല്ലേ. ഇതാ ഇന്നിപ്പോ ഇവിടെ SKIMUB പഠിപ്പിക്കുന്ന മദ്രസയിലെ ഉസ്താദുമാരുടെ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, SKJM അല്ലേ. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ ആദർശ പ്രസ്ഥാനം വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അത് തുടങ്ങി വെച്ചതാണ്. എന്തിനു വേണ്ടി? കേരളത്തിലെ ജനങ്ങളുടെ ഇൽമും അമലും സംരക്ഷിക്കപ്പെടാൻ, അഖീദയും സംരക്ഷിക്കപ്പെടാൻ അല്ലേ. അന്ന് വികലമായ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ മഹാരഥന്മാർ ബഹുമാനപ്പെട്ട വരക്കൽ ബഅലവി തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ ആദർശ പ്രസ്ഥാനമുണ്ടായി. എന്നിട്ടോ 1945 വല്ലാത്തൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോ നമ്മുടെ മഹാരഥന്മാരുടെ ആ ദൂര കാഴ്ചയെക്കുറിച്ച് നമ്മൾ അത്ഭുതം കൂറുകയാണ്. അൽഹംദുലില്ലാഹ്. 1945 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ 16ാം വാർഷിക മഹാസമ്മേളനം അങ്ങ് കാര്യവട്ടത്തിൽ വെച്ച് നടക്കുകയാണ്. അന്ന് യോഗത്തിന്റെ അധ്യക്ഷൻ ശൈഖുനാ ഖുതുബി ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെയൊക്കെ ശൈഖായ വലിയ മഹാപണ്ഡിത കേസരിയായ ബഹുമാനപ്പെട്ട ഖുതുബി ഉസ്താദ് അവറുകൾ ആധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാസദസ്സിൽ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരാശയം ഉന്നയിക്കുകയാണ്. നമുക്കിവിടെ മതവിദ്യ വേണ്ടേ? നമുക്ക് മതവിദ്യ അഭ്യസിക്കാനായി ഒരു കേന്ദ്രം ഉണ്ടാക്കപ്പെടണ്ടേ? നമ്മളുടെ അവസ്ഥ ഇങ്ങനെ പോരാ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദീൻ പഠിക്കാൻ മതവിദ്യയില്ലെങ്കിൽ ആളുകൾ ഇവിടെ സംസ്കാര ശൂന്യരായി മാറും എന്ന ആ ദിശാബോധം ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആ യോഗത്തിൽ അത് അവതരിപ്പിച്ചു, ആ പ്രമേയം തങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ സമസ്തയുടെ 16ാം വാർഷിക മഹാസമ്മേളനം കാര്യവട്ടത്തിൽ വെച്ച് ഖുതുബി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം പിരിഞ്ഞു. എന്നിട്ടോ അന്ന് തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. തങ്ങളുടെ ദീർഘദൃഷ്ടിയെ നമ്മൾ നോക്കേണ്ടത്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടി പോവുകയാണ്. ഈ രാജ്യം എങ്ങാനും സ്വതന്ത്രമായാൽ എനിക്ക് തോന്നുന്നു, തങ്ങളുടെ പറച്ചിലാണ്, ഒരുപക്ഷെ നമ്മുടെ മതവിദ്യാഭ്യാസം പോലും ഇവിടെ ഹനിക്കപ്പെടുന്നതിന് എന്തെങ്കിലും രീതിയിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമുക്കതിനെതിരെ കൃത്യമായ സംവിധാനം വേണം. 1945 കാര്യവട്ടത്ത് വെച്ച് ചേർന്ന യോഗത്തിൽ തങ്ങൾ ഇത് പറഞ്ഞു പിരിഞ്ഞതാ. 2 വർഷമേ ആയുള്ളൂ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ വാക്ക് അറം പറ്റിയതുപോലെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാവുകയാണ്. ബ്രിട്ടീഷുകാരന്റെ യൂണിയൻ ചെങ്കൊടി താഴെയിറങ്ങി. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. അന്ന് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. എല്ലാവരും വലിയ സന്തോഷത്തിലായി. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മദ്രാസ് പ്രസിഡൻസി മുഖ്യമന്ത്രി ശ്രീ സി രാജഗോപാലാചാരി അദ്ദേഹം ഒരു ഓർഡിനൻസ് പ്രഖ്യാപിച്ചു. അഥവാ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്കൂളുകളിൽ നിന്ന് മതവിദ്യ അഭ്യസിക്കുന്നത് പാടില്ല, അത് നിർത്തലാക്കണം. സുബ്ഹാനല്ലാഹ്. എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ ചിന്ത 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് ഉണ്ടാകുന്നത്. ഈ രാജ്യം സ്വതന്ത്രമായതോടുകൂടി തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി ഇവിടെ വരികയാണ്. ഇനി മതവിദ്യ പാടില്ല. സുബ്ഹാനല്ലാഹ്. മതവിദ്യ അഭ്യസിക്കാൻ സ്കൂളുകളിൽ അതിന് അവസരം പാടില്ല. അത് നിഷേധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് പുറത്തിറങ്ങി. സമസ്തയുടെ ചിന്ത പിന്നെയും മുന്നോട്ട് പോവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഈ സമ്മേളനം ഇവിടെ 40ാം വാർഷികം നമ്മൾ ഇവിടെ കൊണ്ട് ആചരിക്കുമ്പോൾ ഈ സംഭവം നമ്മൾ അനുസ്മരിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ 1951 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ
ഹലോ, ഔട്ടെടുത്തില്ലെന്നല്ല. ഹലോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ 19ാം വാർഷിക മഹാസമ്മേളനം വടകരയിൽ വെച്ച് ചേരുമ്പോൾ മൗലാന മുഹമ്മദ് ഹബീബുള്ള സാഹിബിന്റെ അധ്യക്ഷതയിലാണെന്ന യോഗം. ആ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ അന്ന് 945 പറഞ്ഞതിന്റെ ഒരു പരിഹാരമെന്നോണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഇങ്ങനൊരു വലിയ ആശയത്തിന് തുടക്കം കുറിക്കുകയാണ്. അഥവാ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് SKIMVB ഇത് സ്ഥാപിക്കണം. അങ്ങനെ അന്ന് സ്ഥാപിച്ചു പിരിഞ്ഞതാ. അൽഹംദുലില്ലാഹ് ഇന്ന് 9486ഓളം മദ്രസകൾ ഇന്ന് സമസ്തയുടെ കീഴിൽ ഉണ്ടായി. ആ സമസ്തയുടെ കീഴിൽ പഠിപ്പിക്കപ്പെടുന്ന മദ്രസയിലെ ആലിമീങ്ങളുടെ ഉസ്താദുമാരുടെ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാർ, ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളുടെ ആ ചിന്തയിൽ നിന്ന് മതവിദ്യ അതേ സമൂഹത്തിന്റെ ഈ മാനവികമായ സംസ്കാരത്തെ, നമ്മുടെ എല്ലാവരുടെയും സംസ്കൃതിയുടെ പിന്നിൽ ഏറ്റവും അത്യന്താപേക്ഷിതം ദൈവചിന്തയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അവബോധമാണ്, പുണ്യനബിയെക്കുറിച്ചുള്ള ആ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ പകർത്തലാണ് എന്നതിനെ സമസ്ത നേരെ തന്നെ മുന്നിൽ കാണുകയും അതിനൊരു ശാസ്ത്രീയമായ സംവിധാനം കൊണ്ടുവരികയും ചെയ്തതിന്റെ പേരിലാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ഒരു 40ാം വാർഷികം ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതലായി ഊന്നിപ്പറഞ്ഞത് നോക്കൂ നിങ്ങൾ. നമുക്കൊക്കെ സുന്ദരമായ പരിശുദ്ധ ഖുർആനിന്റെ രസകരമായ പദപ്രയോഗങ്ങൾ, അത് നൂറ്റാണ്ടുകൾ എത്ര തന്നെ പിന്നിട്ടാലും എന്നും അതിന് 27 വയസ്സ് എന്ന് പറഞ്ഞ പോലെ, എന്നും 17 വയസ്സ് എന്ന് പറഞ്ഞതുപോലെ ആ 916 ക്യാരറ്റ് ഒരിക്കലും കുറയുന്നില്ലല്ലോ. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗം നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. പരിശുദ്ധ ഖുർആനിന്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്ത് കൂടിയാണ് റഹ്മാൻ സൂറ. ആ സൂറത്തിൽ ഒരുപക്ഷെ ഡയറക്റ്റ് നമ്മുടെ സാധാരണ തല കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഒരു ചെറിയൊരു സീക്വൻസ് എന്തോ ഡിസോർഡർ ആയതുപോലെ, ഇതിന്റെ തുടർച്ചയിൽ എന്തോ ചില തകരാറുകൾ സംഭവിച്ചതുപോലെ തോന്നും. ഖുർആനിന് അങ്ങനെ തകരാറുണ്ടാവുകയില്ല, അത് നമുക്ക് നിശ്ചയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ഡു ദേ നോട്ട് പോണ്ടർ ഓവർ ദി ഖുർആൻ. എന്തുകൊണ്ടാണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. Had it been from other than God, they would surely have found therein much discrepancies. കണ്ടമാനം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നേനെ. പക്ഷേ ഇത് അള്ളാഹുവിന്റെ റെവലേഷനാണ്, ഇത് ദൈവദത്തമാണ്, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തൻസീലും മിൻ ഹകീമിൻ ഖബീർ, ഇത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്. ഇതിലൊരിക്കലും ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ എന്നാലും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ്, അല്ലമൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു അവൻ. സുബ്ഹാനല്ലാഹ്. ഈ പദപ്രയോഗത്തിൽ മാഷാ അല്ലാഹ് ഒന്ന് ആലോചിച്ചു നോക്ക്. അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ് ഖുർആനിനെ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു. ഖുർആനിനെ പഠിപ്പിക്കണമെങ്കിൽ മനുഷ്യനെ ആദ്യം പഠിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തേ ഈ രീതിയിൽ പദപ്രയോഗം നടത്തി? മുഫസ്സിരീങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു വലിയൊരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. അഥവാ മനുഷ്യനെ പഠിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ അവനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് മനുഷ്യനെ പടച്ച വിഷയം അല്ലാഹു തആല പറയുന്നുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. അതായത് നമുക്കറിയാം, ഇന്ന് ഡിസൈനിങ് കമ്പനി ഏറ്റവും വലിയ സാധ്യതയുള്ള ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഡിസൈനിങ്. ഒരു സംഗതി ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വീടിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക?
ഏറ്റവും നല്ല ഒരു കോൺട്രാക്ട് ടീമിനെ പോയിട്ട് നമ്മൾ ആദ്യം സമീപിക്കും. നമ്മൾ അവരുടെ ക്ലയന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ വീടിന് വേണ്ട പ്ലാൻ, അതിന് കൃത്യമായ അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം നമുക്ക് വരച്ച് കൃത്യമാക്കി തന്ന നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർ വരച്ച് കഴിഞ്ഞ് അത് 3 ഡയമെൻഷനലായി നമുക്കതിന്റെ പിക്ചർ നമ്മുടെ മുമ്പിൽ പിക്ചറൈസ് ചെയ്ത് അതിന്റെ കൃത്യമായ വീഡിയോ 3Dയിൽ നമുക്ക് കാണിച്ചു തന്ന് അതിന്റെ 3D ഇമേജ് നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നിട്ട് ഇതിന് ഇത്ര രൂപ കോസ്റ്റ് ആകും, നിങ്ങൾ റെഡിയാണോ, ആർ യു റെഡി എന്നല്ലേ ചോദിക്കുക. അതായത് ആ സംഗതി ഓൾറെഡി ഡിസൈൻ ചെയ്യും, ഡിസൈനിങ് കംപ്ലീറ്റ് പൂർത്തിയാക്കും. എന്നതിന് ശേഷം മാത്രമാണ് അതിനെ പടക്കുന്നുള്ളൂ. അത് ഒറിജിനൽ ഉണ്ടായിട്ടില്ല, അത് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ വരയ്ക്കുക മാത്രമാണ് ചെയ്തത്. അതിനെ 3D അതിനെ ഒന്ന് ഉഷാറാക്കി ഡിസൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. അതേമാതിരി തന്നെയാണ്. അതായത് ഒരു വസ്തു ഇപ്പൊ ആപ്പിളിന്റെ iPhone 6 ഇനി iPhone 7 ഇറങ്ങാൻ പോവാ. അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഡ്യൂറാബിലിറ്റി, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും, വാറന്റി, ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്നതിന് ശേഷം മാത്രമേ സാധനം ഉണ്ടാവുന്നുള്ളൂ. ഇതേപോലെ മനുഷ്യന്റെ പർപ്പസ് ഓഫ് ക്രിയേഷൻ ആദ്യം അത് പടക്കുന്നതിന്റെ ലക്ഷ്യമാണ് അള്ളാഹു മുന്നിൽ വെച്ചത്. മനുഷ്യനെ എന്തിനാണ് പടച്ചോൻ പടക്കുന്നത്? മനുഷ്യനുണ്ടായിട്ടില്ല. ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എന്തിനാണ് പടച്ചത് എന്ന് പറഞ്ഞുപോയി. എന്തിനാ പടച്ചത്? മനുഷ്യനെ നമ്മൾ വെറുതെ പടച്ചതല്ല. അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ്, അല്ലമൽ ഖുർആൻ, അവൻ മനുഷ്യന് ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാൻ, അതിനുശേഷം മാത്രമാണ് ഇൻസാൻ അഥവാ മനുഷ്യനെ പടച്ചു എന്ന കാര്യം അല്ലാഹു പറയുന്നത്. അപ്പോ മനുഷ്യനെ പടക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അവന്റെ ഖുർആനിനെ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കലാണ്. അൽഹംദുലില്ലാഹ്, ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കൽ, ഖുർആനിന്റെ മെസ്സേജ് എന്താണ്? അതാണ് ഇന്ന് നമ്മൾ മതവിദ്യ എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പരിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്നതാണ്, അല്ലേ? ഖുർആനിന്റെ ആ മെസ്സേജ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ സമൂല പരിവർത്തനമുണ്ടാകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരിക്കൽ മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചില്ലേ, ലിമ ഖലഖതൽ ഖൽഖ യാ അല്ലാഹ്, അല്ലാഹുവേ നീ എന്തിനാണ് ഈ പ്രപഞ്ചത്തെ പടച്ചത്? എന്തിനാണ് ഈ പ്രപഞ്ചം? എന്തിനാണ് ഈ മനുഷ്യകോലങ്ങൾ? അല്ലാഹുവേ നീ പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ്? അതിന് മറുപടിയായി പറഞ്ഞത്, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മറഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ്, എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. ഖലഖതുൽ ഖൽഖ, അപ്പോഴാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ പടച്ചത്. അൽഹംദുലില്ലാഹ്, പ്രപഞ്ചത്തെ അല്ലാഹു തആല പടച്ചത് അവനെ അറിയാനാണ്, അവനെ മനസ്സിലാക്കാനാണ്. അവനെ മനസ്സിലാക്കുന്ന വിവരം നമ്മൾ കൊടുത്തേ പറ്റൂ, പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും. ഇനി നോക്കൂ നിങ്ങൾ, ഈ വിവരം പറയാൻ വേണ്ടി വന്ന മുത്ത് ഹബീബിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ സൂറത്തുൽ ജുമുഅ, ഖുർആനിന്റെ ആ പദപ്രയോഗങ്ങൾ ഭയങ്കര രസമാണ്, ചിന്തോദ്ദീപകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് വെറുതെ പറയില്ലല്ലോ. എന്തെങ്കിലും ഒരു ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉദ്ദേശിക്കാതെ ഒരിക്കലും ഒരു സംഗതി അല്ലാഹു വിടുവായത്തം പറയുന്ന പോലെ ഖുർആനിൽ ആവർത്തിക്കില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലിക്കുൽ ഖുദ്ദൂസിൽ അസീസുൽ ഹകീം. هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. ഈ പദം നോക്കൂ നിങ്ങൾ, ആദ്യത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രണ്ടാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹ്, ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ ഭയങ്കര രസല്ലേ? നമ്മൾ ഇന്ന് എന്താണോ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. അള്ളാഹുവിന്റെ സ്വഭാവം പറഞ്ഞു ആദ്യം. യുസബ്ബിഹു ലില്ലാഹ്, യുസബ്ബിഹു ലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, സബ്ബഹ ലില്ലാഹ്, യുസബ്ബിഹു ലില്ലാഹ് എന്ന പദപ്രയോഗത്തിന്റെ ബാക്കിൽ എന്താണോ പറയുന്നത് അത് സംതിങ് സീരിയസ്, എന്തോ ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങൾ പറയാനായിരിക്കും അല്ലാഹു സബ്ബഹ അല്ലെങ്കിൽ യുസബ്ബിഹു എന്ന് പറയാ, അല്ലെങ്കിൽ സുബ്ഹാന, അല്ലേ? ഇസ്രാ മിഅ്റാജ് ഈ മാസത്തിൽ വരുന്ന അത്ഭുതത്തിന്റെ വലിയൊരു സംഭവമാണ്. അല്ലാഹു തആല വെറുതെ എന്തെങ്കിലും പറയില്ലല്ലോ. സുബ്ഹാനല്ലദീ
അസ്റാ ബിഅബ്ദിഹി, അതൊരു വലിയ അത്ഭുതമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ അത്ഭുതകരമായ മുഅ്ജിസത്താണല്ലോ അൽ-ഇസ്റാ വൽ മിഅ്റാജ്. അതിന് അല്ലാഹു തആല പറയാനായിട്ട് ഉപയോഗിച്ച പദം സുബ്ഹാന അല്ലേ. അതുകൊണ്ട് തന്നെ ഈ യുസബ്ബിഹു എന്ന പദപ്രയോഗത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും എല്ലാം അല്ലാഹുവിനുള്ളതാണ്. എങ്ങനെയുള്ള അല്ലാഹ്? ശ്രദ്ധിക്കുക, വളരെ രസകരമായിട്ടുള്ള പോയിന്റാണ്. അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹകീം അല്ലേ. എത്ര വിശേഷണമാണ് അള്ളാഹ്ക്ക് പറഞ്ഞത്. അൽ മലിക്കായ അല്ലാഹ്, ഖുദ്ദൂസായ അല്ലാഹ്, അസീസായ അല്ലാഹ്, ഹകീമായ അല്ലാഹ്. അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹകീം. തൊട്ട് ബാക്കിലുള്ള ആയത്ത് هو الذي بعث في الأميين رسولا منهم. അവരിൽ നിന്നൊരു പ്രവാചകനെ അയച്ചവനാണവൻ അല്ലാഹ്. അതായത് ആദ്യത്തെ ആയത്തിൽ അള്ളാഹിനെ പറ്റി പറയാൻ. മതവിദ്യയുടെ രണ്ട് കേന്ദ്രങ്ങൾ, ഒന്ന് അള്ളയാണ്, മറ്റൊന്ന് റസൂലാണ്. മതവിദ്യയുടെ രണ്ട് പ്രമാണങ്ങൾ, ഒന്ന് അള്ളയാണ്, മറ്റൊന്ന് റസൂലാണെന്ന് ഖുർആനാണ്, ഹദീസാണ്. ഇത് രണ്ടുമാണ് നമ്മൾ പറയുന്നത്. അള്ളാഹിനെ പറ്റി പറഞ്ഞു അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹകീം. ഇനി ഹബീബിനെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഈ മുഹമ്മദ് നബി എങ്ങനെയുള്ള ആളാണ്? ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആൾ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം. ആ നബി നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരും ആയാതി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. ഈ യത്ലു അലൈഹിം ആയാതി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ അൽ മലിക് എന്നതിന്റെ ഒരു വ്യാഖ്യാനമാണ്. മലിക് എന്ന് പറഞ്ഞാൽ ലികുല്ലി മലിക്കിൻ ഹിമ അല്ലേ. ലികുല്ലി മലിക്കിൻ ഹിമ വഹിമല്ലാഹു മഹാരിമുഹു, വഹിമല്ലാഹി മഹാരിമുഹു. ലികുല്ലി മലിക്കിൻ ഹിമൻ, എല്ലാ രാജാവിനും ഒരു ഭരണപ്രദേശമുണ്ടാകുമെന്നാണ്. വഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിന്റെ ഭരണപ്രദേശം എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹിമ എന്ന് പറഞ്ഞാൽ അത് മഹാരിം. അവൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്, മാഷാ അല്ലാഹ് നോക്കൂ നിങ്ങൾ, അവൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കലാണ്. ഇപ്പൊ വെള്ളം കുടിക്കാൻ പൂതിയാന്നുണ്ട്, കുടിച്ചോ, കുഴപ്പമില്ല. ഇപ്പൊ ബാറുകളൊക്കെ ഒഴിവാക്കിയ സമയത്ത്, ഞാൻ അങ്ങനെ പോരുന്ന സമയത്ത് സൈഡുകളിലൊക്കെ ബിയർ ആൻഡ് വൈൻ, ബാറ് പോയി ബിയറായി. ബിയർ കുടിക്കാൻ പറ്റുമോ? പറ്റൂല. ദൈലമുൽ ഹിമേരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ദൈലമുൽ ഹിമേരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിഞ്ഞാൽ അതിന്റെ വിഷയം മാറിപ്പോവുകയല്ല. ലികുല്ലി മലിക്കിൻ ഹിമ വഹിമല്ലാഹി മഹാരിമുഹു അല്ലേ. ലികുല്ലി മലിക്കിൻ ഹിമൻ ഔട്ട് കൊടുത്തില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മതവിദ്യയുടെ ചിന്തയൊക്കെ ശരിയില്ല. അൽ മലിക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഔട്ടായില്ല. ഹലോ ഹലോ ഹലോ. സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറയുന്നത് അൽ മലിക് എന്നാണ്. എന്താണ് കേസിറ?
ഹലോ അൽ മലിക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംവിധാനമാണല്ലോ ഈ പ്രപഞ്ചം, അവന്റെ സംവിധാനമാണല്ലോ ഇവിടുത്തെ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും എല്ലാം, അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു ഇവിടെ ജീവിതം പടച്ചത്, മരണം പടച്ചത് ടു ടെസ്റ്റ് യു, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി എന്നാ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ പരീക്ഷണം ഇവിടെ നടക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകമെന്ന് പറഞ്ഞാൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഇവിടുന്ന് ദുനിയാവിലേക്കുള്ള പാഥയം ഒരുക്കാനാ വന്നത്. അപ്പൊ ആ അല്ലാഹു അതിനുള്ള സംവിധാനം ഇവിടെ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ വിശേഷണം പറഞ്ഞപ്പോ അതിലാദ്യം ഉപയോഗിച്ച പദം അൽ മലിക്, രാജാതിരാജനായ അല്ലാഹ്. ആ രാജാതിരാജനായ അല്ലാഹ് എന്ന ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശേഷണത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ആയത്തിൽ ഫസ്റ്റ് വ്യാഖ്യാനം അല്ലാഹു നൽകുന്നത് എന്താണ്? യത്ലു അലൈഹിം ആയാതി. ഏത് രാജ്യത്തിനും ഒരു ബൗണ്ടറി ഉണ്ടാവും, അല്ലേ? ഒരു രാജാവ് അറിയപ്പെടുന്നത് ആ രാജാവിന്റെ ബൗണ്ടറിയിലൂടെയാണ്. ഇന്ത്യ രാജ്യം, അല്ലേ? നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്. ആ പാകിസ്ഥാൻ അവിടുന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി, ഇവിടുന്ന് അങ്ങോട്ട് നുഴഞ്ഞു കയറി, കാർഗിൽ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ട്? അതാത് രാജ്യത്തിന് ഒരു ബൗണ്ടറി ഉണ്ടാകും. ഇന്ത്യ രാജ്യത്തിന്റെ ബൗണ്ടറിന് അപ്പുറത്തേക്ക് ഒരിക്കലും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ആളുകൾക്കോ ചിന്തിക്കാൻ കഴിയില്ല. ആ ബൗണ്ടറി വരെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ഭരണത്തിന്റെയും ഉള്ളിൽ വരികയുള്ളൂ. അതാ ലിക്കുല്ലി മലിക്കിൻ ഹിമ റഹിമല്ലാഹി മഹാരിമുഹു. അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട്. അതെന്താ ബൗണ്ടറി? ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും. ഇത് വിശദീകരിക്കാൻ വേണ്ടി വന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ അള്ളാഹുവിന്റെ കലാം വിശദീകരിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കലാം വിശദീകരിക്കുന്ന ആളുകളാണ് മുഹദ്ദിസീങ്ങൾ. ആ മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് ഫിഖ്ഹായി മാറും. ആ ഫിഖ്ഹ് വിശദീകരിക്കുമ്പോൾ അത് തസവ്വുഫായി മാറും. അതന്നെയാണ് ഈ മതവിദ്യ എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ മലിക്, അൽ മലിക്, രാജാതിരാജനായ അല്ലാഹ്. ആ രാജാതിരാജനായ അല്ലാഹുവിന്റെ മണ്ഡലങ്ങൾ വിശദീകരിക്കാൻ ചെയ്യാൻ പറ്റുന്നവയേവ, ചെയ്യാൻ പറ്റാത്തവയേവ. വെള്ളം കുടിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ കള്ളുടിക്കാൻ പറ്റുമോ? പറ്റൂല. ഇറച്ചി തിന്നാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. പക്ഷെ അത് പോത്തിറച്ചി, മാട്ടിറച്ചി, ഇതിന്റെയൊക്കെ ഇറച്ചിയാവാൻ പറ്റുള്ളൂ. അത് പൂച്ചന്റെ ഇറച്ചി പറ്റൂല. ഈ ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാൻ പറ്റുന്നവയേവ, ചെയ്യാൻ പറ്റാത്തവയേവ, ഇത് വിശദീകരിക്കാൻ വേണ്ടി വന്ന ആളാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിശേഷണം അള്ളാഹിനെ പറ്റി പറഞ്ഞത് അൽ മലിക്. നബിയെ പറ്റി അള്ളാഹു പറഞ്ഞത് യത്ലു അലൈഹിം ആയാതി. ഈ അള്ളാഹുവിന്റെ ബൗണ്ടറികൾ വിശദീകരിക്കാൻ വേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വലിയ രസകരമായൊരു ഖുർആനിന്റെ പ്രയോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഈ ഖുർആൻ എല്ലാവരിലേക്കുമുള്ള ലിതുൻദിറ ഉമ്മൽ ഖുറ എന്നാ പറഞ്ഞത്. വമൻ ഹൗലഹ. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ പ്രദേശമായ ഗ്രാമങ്ങളുടെ മാതർ, ഗ്രാമങ്ങളുടെ മാതാവ്. ആ മാതാവായ മക്ക എന്ന പ്രപഞ്ചം ഉരുണ്ടിട്ടാണ്. ഉരുണ്ട പ്രപഞ്ചമായാൽ ആ പ്രപഞ്ചത്തിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് അതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഒരു വൃത്തത്തിന്റെ ആരം സെയിം ആയിരിക്കുമല്ലേ? വൃത്താകൃതിയിലുള്ള ഒരു വസ്തുവിന്റെ കറക്റ്റ് നടുവിൽ നമ്മളൊരു പോയിന്റ് കിട്ടാൽ ആ പോയിന്റിൽ നിന്ന് എല്ലായിടത്തേക്കും അതിന്റെ ആരം കൃത്യമാകും. മക്ക എന്ന പ്രദേശം സെന്റർ ഓഫ് യൂണിവേഴ്സ് ആണ്. ഈ പ്രപഞ്ചത്തിന്റെ സെന്ററാണ്. അത് പരിശുദ്ധ ഖുർആൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണത്രേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇറങ്ങിയത്. അതുകൊണ്ടാണത്രേ പരിശുദ്ധ ഖുർആൻ മക്കയിൽ അവതരിച്ചത്. അതാണ് ഇതിന് കാരണമെന്നാണ്. അപ്പോ ഈ ഖുർആനിനെ ലോകമെമ്പാടും വ്യാപിപ്പിക്കൽ മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതാണ് സമസ്ത ഏറ്റെടുത്തത്. എല്ലായിടത്തും എത്തിക്കണം. ഇപ്പൊ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കോടിക്കണക്കിന് രൂപ സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും പലതും പറയാനുണ്ട്. പറയുന്നവർ പറയട്ടെ. പക്ഷേ സമസ്തക്കതിൽ കൃത്യമായിട്ടുള്ള ന്യായമുണ്ട്. സമസ്തയ്ക്ക് കൃത്യമായിട്ടുള്ള നയം അതിന് പിന്നിലുണ്ട്. സമസ്ത ഉദ്ദേശിക്കുന്നത് എന്താ? ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. ഈ മെസ്സേജ് 6-ാം നൂറ്റാണ്ടിലെ അറബികളിലേക്ക് മാത്രമുള്ള ഖുർആനല്ല. ഇതെല്ലായിടത്തേക്ക് എത്തിക്കണം. ഈ കേരളത്തിന് പുറത്തു പോയിട്ട് അവിടെ മദ്രസകൾ സ്ഥാപിക്കണം.
പാവപ്പെട്ടവരെ പഠിപ്പിക്കണം, മതവിദ്യ അവരെ അഭ്യസിപ്പിക്കണം. മതവിദ്യ നമുക്ക് മാത്രം മുതിർന്ന പോരാ, പാവങ്ങളുണ്ട് ഇവിടെ. ഞാൻ ഓർത്തു പോവുകയാണ്, ഞങ്ങൾക്ക് പിതാവിന് കൊല്ലം ഞങ്ങൾ ഹുദവിമാർ, പിതാവിന് കൊല്ലം സ്നേഹിക്കുന്ന ബാപ്പുട്ടി ഹാജി ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ലണ്ടനിൽ പോയിട്ട് പ്രസംഗിക്കണം, നിങ്ങൾ ലണ്ടനിൽ പോയിട്ട് പ്രസംഗിക്കണം, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ക്ലാസ് എടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കും, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇന്ന് ഹുദവിമാരില്ലാത്ത ഫീൽഡില്ല. ഒരുവിധ മേഖലകളിലും എത്തിപ്പെട്ടു, അൽഹംദുലില്ലാ. എല്ലാ മേഖലകളിലും ദീനീ പ്രബോധനം നടത്താൻ കേൾപ്പറ്റ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ സമസ്തയ്ക്ക് കീഴിലുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സംഘത്തിന്റെ വലിയ ഒരു പ്രസ്ഥാനമായി ഷമ്മാദ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇന്ന് വളരെ പ്രഫുല്ലമായി പ്രോത്സാഹിച്ചു നിൽക്കുകയാണ്. എന്തേ കാരണം? അന്ന് ബാപ്പുട്ടി ഹാജി പറയും, നിങ്ങൾ ഈ ദീനിനെ പോയിട്ട് പുറത്ത് പ്രബോധനം ചെയ്യണം. അപ്പൊ ഭാഷ പ്രശ്നമല്ലേ? അതിനാണ് ഇവിടെ ഭാഷ പഠിപ്പിക്കുന്നത്. ലണ്ടനിൽ പോയിട്ട് പറയണമെങ്കിൽ ഇംഗ്ലീഷ് വേണം, അതവിടെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇതര സ്റ്റേറ്റുകളിൽ പോയിട്ട് പറയണമെങ്കിൽ ഉറുദു അറിയണം, അതവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഭാഷകളിൽ ഈ ഭാഷയിലൊന്നും ഒതുങ്ങാൻ കഴിയാതെ ഈ പരിശുദ്ധ ദീൻ എല്ലായിടത്തേക്കും നന്നായിട്ട് പ്രചണ്ഡമായി പ്രചരിക്കേണ്ടതുണ്ട് എന്നതിന്റെ ആശയം ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതിന്റെ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തത്. അല്ലേ? ഖുർആനിന്റെ മെസ്സേജ് മക്കയിൽ മാത്രം നിന്നാ പോരാ, വമൻ ഹൗലഹ, അതിൽ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ലോക ും ഈ മെസ്സേജിനെ എത്തും എന്ന സത്യം കുറിച്ച് ഒന്നാമത് പറഞ്ഞത് അൽ മലിക്. പിന്നെ പറയുന്നതോ അൽ മലിക്, അത് പറഞ്ഞു. അൽ ഖുദ്ദൂസ്, പെർഫെക്റ്റ്ലി പ്യൂർ, വളരെ പ്യൂറായ, വളരെ പ്യൂറായ, ഖുദ്ദൂസായ അല്ലാഹ്, ഖുദ്ദൂസായ അല്ലാഹ്, അൽ മലിക്കുൽ ഖുദ്ദൂസ്. ഇനി നിബിധങ്ങളെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞ നോക്ക്. രണ്ടാമത്തെ വിശേഷണം യത്ലു അലൈഹിം കഴിഞ്ഞിട്ട് ആയാത്ത് വയുസക്കീഹിം. മാഷാ അല്ലാഹ്, അല്ലാഹനെ പറ്റി രണ്ടാമത് പറഞ്ഞതിന്റെ വ്യാഖ്യാനം മുഹമ്മദ് നബിനെ കുറിച്ച് രണ്ടാമത്. യത്ലു അലൈഹിം കഴിഞ്ഞാൽ യുസക്കീഹിം. അൽ മലിക് എന്ന് കഴിഞ്ഞ ശേഷം അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസായ റബ്ബിന്റെ സിഫത്തിലേക്ക് ജനങ്ങളെ എത്തിക്കലാണ് മുഹമ്മദ് നബിന്റെ ദൗത്യം. അഥവാ യുസക്കീഹിം, തസ്കിയത്ത് കൊടുക്കലാണ്. അല്ലാഹു മുസക്കിയാൻ, അല്ലാഹു ഖുദ്ദൂസാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ആ തഖ്ദീസാണ്. അതുകൊണ്ട് ജനങ്ങളുടെ സ്വഭാവത്തിലെല്ലാം മാറ്റം വരണം. ശൈത്വാനിയത്ത് മാറിക്കൊണ്ട് ദിവ്യബോധം മനുഷ്യന്റെ ശരീരത്തിൽ ഇടം കൊടുക്കണം. അതാണ് മതവിദ്യയുടെ ബോധം എന്ന് പറഞ്ഞാൽ. ശൈത്വാനിയത്ത് നമ്മളെ നാനാഭാഗത്ത് നിന്ന് പിടികൊണ്ടിരിക്കുക. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം ഓർത്തു നോക്കൂ. നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ശൈത്വാൻ നിങ്ങളുടെ പെരടിക്ക് പിറകെ 3 കെട്ടുകളിടുമെന്നാണല്ലോ. ശൈത്വാൻ 3 കെട്ടുകളിടും. സലാസ ഔഖത്ത്, 3 കെട്ടുകൾ ഇബ്ലീസ് ഇടുമെന്നാണ്. എന്നിട്ടോ അവൻ ആ കെട്ടിട്ടതിന് ശേഷം രാവിലെ നേരം വെളുക്കുന്ന സന്ദർഭത്തിൽ, പുലർച്ചാവേളയിൽ സുബ്ഹിയോടടുക്കുന്ന സന്ദർഭം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്നാമത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നശൂർ, ഈ ദിക്റെന്ന് ചൊല്ലിയാൽ. ഈ ഹദീസിന്റെ വ്യാഖ്യാനം വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അടിച്ചു കൊടുത്താൽ മതി. യൂട്യൂബിൽ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. 3 knots of shaitan, 3 knots of KNOT, കെട്ടുകൾ, 3 knots of shaitan എന്നടിച്ചാൽ അത് നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ കുട്ടികളെ കാണിക്കരുത്, പേടിച്ചു. അങ്ങനെയൊക്കെയുള്ള റിബിലിസിന്റെ ഫോട്ടോ ഉണ്ട്. അതിൽ റിബിലിസിന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 3 മിനിറ്റേ ഉള്ളൂ, 3 മിനിറ്റ്, വെരി ഷോർട്ട് ഫിലിം. അപ്പോ ഈ ഒരു സംഗതി അല്ലാഹു ഹബീബായ നബിയ പറയുന്നത്, ശൈത്താൻ നിങ്ങളുടെ പെരടിക്ക് പിറകിൽ കെട്ടിടുകയാണ്. ഇത് എവരിഡേ, എല്ലാ ദിവസവും ശൈത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. എല്ലാ ദിവസവും ആ കെട്ടിൽ നിന്ന് ഒന്നാമത്തെ കെട്ട് കഴിയണമെങ്കിൽ രാവിലെ എന്തു ചെയ്യണം? രാവിലെ ചെയ്യേണ്ടത് മിനിമം ലെവലിൽ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറയണം. അൽഹംദുലില്ലാഹ്, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനിമം ലെവലിൽ എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് പറയണം. എന്നാ ഒരു ഇബ്ലീസിന്റെ ഒരു കെട്ട് അഴിഞ്ഞു പോയിക്കോളും. ഇൻഹലത്ത് ഉഖ്ദത്തുൻ വാഹിദ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസ്കിയത്ത് ഈ പഹയന്റെ ഷെറിനാ വേണ്ടത്. ഈ പഹയന്റെ ഷെറിൽ നിന്നല്ലേ വേണ്ടത്.
തസ്കിയത്ത് ഇവനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കിട്ടണം. ഒന്നാമത്തെ കെട്ട് അഴിയണമെങ്കിൽ നേരത്തെ എണീക്കണം. സുബഹി ബാങ്ക് കൊടുക്ക, സുബഹി ബാങ്കിനോട് അനുബന്ധിച്ച് അഥവാ ഖളാ ആകുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കണം. ഇമാം ഷാഫിഈ തങ്ങളുടെ അഭിപ്രായം, ഖളാ ആയാൽ സുബഹി ഒരാളുടേത് ഖളാ ആയാൽ അവന്റെ ദിവസം തന്നെ നഹസിന്റെ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്, അന്നത്തെ ദിവസം അവന്റെ ശാപത്തിന്റെ ദിവസമാണ്. അവന്റെ ദിവസം വന്ന് കുളം തോണ്ടും. അള്ളാഹു നമുക്ക് ഖളാ ഇല്ലാതെ നിസ്കാരം അതാ ആയി തന്നെ നിർവഹിക്കുന്ന മുഖീമിസ് സ്വലാത്തുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദുആരുന്ന കാര്യം അതാണ്, നിസ്കാരം നിലനിർത്തുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി ബിഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലേ, അത് പറഞ്ഞിട്ട് റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക മിൻ ദുർരിയതി അത് പറഞ്ഞു. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. ഇസ്മായിൽ നബിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു, യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ് വസ്സകാ, സലാത്ത് കൊണ്ട് കൽപ്പിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഒന്നാമത് തസ്കിയത്തിന്റെ വിഷയത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ കെട്ട് അഴിഞ്ഞു പോകുന്നത് ലഈനായ ഇബ്ലീസിന്റെ ഒന്നാമത്തെ കെട്ട് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലലോടുകൂടി അഴിഞ്ഞു പോകും. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ കെട്ട് അഴിയണമെങ്കിലോ മിനിമം ലെവലിൽ അൽഹംദുലില്ലാഹ് പറയണം, അല്ലെങ്കിൽ ആ ഫുള്ള് ചൊല്ലണം. രണ്ടാമത്തെ കെട്ടഴിയണമെങ്കിൽ അവൻ ഒന്നു എടുക്കാൻ ചൊല്ലുമ്പോഴാണ് ഇബ്ലീസ് അവന്റെ തരിമൂക്കിൽ ഒളിച്ചിരിക്കുമെന്ന് ഹബീബിന്റെ ഹദീസ് ഉണ്ടല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്ലീസ് ഇവിടെ ഈ മൂക്കിന്റെ തരിമൂക്കിൽ ഒളിച്ചിരിക്കും. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി സുബഹിന്റെ നമസ്കാരത്തിന് വേണ്ടി ഉറവെടുത്താൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇബ്ലീസിന്റെ രണ്ട് ഷെർ നമ്മൾ മോചിതരായി. ഇനി മൂന്നാമത്തെ ഷെർ എന്താ? മൂന്നാമതിട്ട കെട്ടിൽ നിന്ന് മോചിതനാകണമെങ്കിൽ ഓൻ സുബഹി നിസ്കരിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് എത്ര പേര് സുബഹി ഖളാ ആക്കി, അല്ലെങ്കിൽ നിസ്കരിക്കാതെ നമ്മുടെ കൂട്ടത്തിൽ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ സുബഹി നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇബ്ലീസ് അവിടെ പാർത്തിരിക്കുന്നുണ്ടാകും. അല്ലേ, ഇത് എന്നും നടക്കുന്ന കാര്യമാണ്. ഇത് എല്ലാ ദിവസവും മുറ തെറ്റാതെ നടക്കുന്ന സംഗതിയാണ്. ഷഹീദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ അല്ലാഹു അവനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ അൽ മലിക്, നബിയെ കുറിച്ച് പറഞ്ഞു യസ്ലു അലൈഹിം ആയാത്ത്. രണ്ടാമത് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അൽ ഖുദ്ദൂസ്, നബിയെ കുറിച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസക്കീഹിം, തസ്കിയത്ത് നടത്തുന്ന ആളാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തസ്കിയത്ത് നടത്തൽ പുണ്യ നബി തങ്ങൾ നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നബി തങ്ങൾ തസ്കിയത്ത് നടത്തിയല്ലേ. ഇവിടെയാണ് ഒരുപാട് കാര്യം ചർച്ച ചെയ്യാനുള്ള പ്രിയങ്കരനായ സിറ്റി നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ തസ്കിയത്തിന്റെ കാര്യം പറയുമ്പോ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും, രക്ഷിതാക്കൾ പ്രത്യേകിച്ച്. എനിക്ക് സമയം വളരെ കുറച്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രിയങ്കരനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ വരുന്നത് വരെയുള്ള സമയം ഇൻഷാ അല്ലാഹ് ഏറെ വന്നാലേ നമുക്ക് 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഉസ്താദേ ഉണ്ടോ? അരമണിക്കൂറിനടുത്തുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. നമുക്ക് കുറച്ചും കൂടി പറയാം. അല്ലാഹു തആല നാഫിയ ഇൽമ വർദ്ധിപ്പിക്കുമാർ. തസ്കിയത്തിന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ ജമിയത്തുൽ മുഅല്ലിമീൻ ഉസ്താദ്മാർ ഒരുപാടുണ്ട്. അല്ലേ, അതാത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുടെ കൈകളിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാവോ? ഇല്ലല്ലോ, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മാതാവിന്റെയും പിതാവിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് മതവിദ്യ കൊടുക്കൽ അതിന്റെ ഇനീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാതാവാണ്. കുട്ടികളുടെ മതവിദ്യയുടെ ഇനീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാതാവാണ്, മാതാവിന്റെ മടിത്തട്ട്. അതാണ് ഏറ്റവും ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, സുപ്രധാനമായ ഹദീസാണ്. നമ്മളൊക്കെ ഹദീസ് അർത്ഥം വെക്കാറുണ്ട്, കാലങ്ങളായി നമ്മൾ അർത്ഥം വെച്ചു പോരുന്ന ഹദീസാണ്. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ്. ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു ശറഫുൽ അസീസ് ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുമ്പോ
ശംസുൽ ഉലമയുടെ നാമധേയം അല്ലെങ്കിൽ അവിടുത്തെ ആ നാമം നമ്മൾ ഉച്ചരിക്കാതെ പോയാൽ അദബുകേടാകും. അല്ലാഹു അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ. ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഹദീസിന് അർത്ഥം വെച്ചത് നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാ, പെണ്ണുങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. എന്താ അർത്ഥം വെച്ചത് ശൈഖുനാ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാല് പൊന്തിച്ചാൽ അടിയിൽ സ്വർഗം കാണുമെന്നല്ല. അത് വിചാരിച്ച് ഉമ്മാനെ ബഹുമാനിക്കേണ്ട ഹദീസ് തന്നെയാണിത്. ഉമ്മാനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് തന്നെയാണ്. പക്ഷെ അതിൽ വളരെ പ്രൊജക്ട് ചെയ്ത് പറയേണ്ട വിഷയം അതല്ല. ബഹുമാനപ്പെട്ട ശൈഖുനെ പഠിപ്പിച്ചത് ശംസുൽ ഉലമ തങ്ങൾ അതിന് അർത്ഥം പറഞ്ഞത്, നാളെ ഒന്നുകിൽ നല്ല ആളുകളായി സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ചീത്ത ആളുകളായി നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടും. അല്ലാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അബ്രാരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ആ അബ്രാർ അല്ലേ, ആ അബ്രാരീങ്ങളുടെ കൂട്ടത്തിൽ പെടാതെ പോയാൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ നരകത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. കുട്ടിയുടെ ഭാവി സ്വർഗത്തിലാണോ എന്ന് തീരുമാനിക്കുന്നതും ഉമ്മയാണ്. കുട്ടിയുടെ ഭാവി നരകത്തിലാണോ എന്ന് തീരുമാനിക്കുന്നതും ഉമ്മയാണ്. ഇതാണത്ര ഈ ഹദീസിന്റെ അർത്ഥം. അതാണ് നമ്മൾ പറയേണ്ട, എല്ലാം നിന്റെ പെരടിയിലാണ്, എല്ലാം നിന്റെ മൂർധാവിലാണ്, എല്ലാം നിന്നെ കൊണ്ടുണ്ടായതെന്ന് പറയല്ലേ. ഉമ്മ, നിങ്ങൾ കുട്ടിയെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങളുടെ പാരന്റിങ്, അതുപോലെയായിരിക്കും നമ്മുടെ കുട്ടികളുടെ മതപരമായിട്ടുള്ള വളർച്ചയും കുട്ടികളുടെ ഭാവിയും കുട്ടികളുടെ തളർച്ചയും തകർച്ചയും എന്ന് ഈ ഹദീസിലൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. തസ്കിയത്ത് വളരെ വലിയ വിഷയമാണ്. അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ, മഹ്ശറ വൻസഭയിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത് നമ്മുടെ മക്കളാണ്, സ്വന്തം മക്കളാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കളെ, ഈ സ്വന്തം മക്കൾ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ രക്ഷിതാക്കളെ പ്രതികൂട്ടിലാക്കുന്ന വർത്തമാനം പറയുമെന്നാണ്. റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത ഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ, അരിനല്ലതൈൻ, ആ രണ്ടാളുകളെ ഞങ്ങളുടെ കണ്ണിൽ കാണിച്ചതായോ അല്ലതൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. ഞങ്ങൾക്ക് മതബോധം തീരെ നൽകാത്തവരാണിവർ, ഞങ്ങൾക്ക് തീരെ മതബോധം നൽകാത്തവരാണിവർ. അല്ലാഹുവേ, കണ്ണിലൊന്ന് കാട്ടിത്തരുന്ന അല്ലാഹ്. എന്തിനു വേണ്ടി? ഉമ്മാനെ അവസാനത്തിലൊന്ന് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാനല്ല, ബാപ്പാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനല്ല. അരിനല്ലതൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ. ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ അവരെ ഇട്ടുകൊണ്ട് ചവിട്ടി മെതിക്കട്ടെ അല്ലാഹ്. മാതാപിതാക്കളെ കാലിന്റെ ചുവട്ടിലിട്ടിട്ട് അടിച്ച് ചവിട്ടി മെതിക്കട്ടെ എന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ സ്വന്തം മക്കൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രക്ഷിതാക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്നവർ. നമ്മുടെ ഓരോ മക്കളുടെയും ധാർമ്മിക മൂല്യം ഉറപ്പുവരുത്തേണ്ട സന്ദർഭമാണിത്. ഇല്ലെങ്കിൽ കണക്ക് തീർക്കേണ്ടി വരും അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച്. മറ്റൊരായത്തിൽ പറയുന്ന വിഷയം ഒന്നുകൂടി ഗൗരവ. അവര് അല്ലാഹുവിനോട് പോയിട്ട് പറയുമത്രേ, നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവേ, ഞങ്ങൾ ഈ കൊലത്തിലാകാൻ കാരണം ഞങ്ങളല്ല, ഞങ്ങളുടെ ഉപ്പയാണ് ഉമ്മയാണ്, ഞങ്ങളുടെ ഉപ്പയാണ് ഉമ്മയാണ്. അതുകൊണ്ട് റബ്ബേ, അതാനാ സാദതനാ വകുബറാനാ ഫഅളൂന السبيل ربنا وآتهم ضعفين من العذاب والعنهم لعنا كبيرا. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, ഈ കോലത്തിൽ ഞങ്ങളാകാൻ കാരണം ഞങ്ങൾക്ക് 5 വക്ത് നിസ്കരിക്കണമെന്ന് ഞങ്ങൾ ഒന്നിപ്പം പഠിപ്പിച്ചിട്ടില്ല. ആ മതബോധം ഞങ്ങൾ ചെറുപ്പത്തിൽ അവർ പഠിപ്പിച്ചിട്ടില്ല. അവർ ഞങ്ങൾ അല്ലെങ്കിൽ ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, അതിന്റെ പുറമെ അവർ മതമേഖലയിലേക്ക് ഭൗതികപരമായിട്ട് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ താൽക്കാലിക ലാഭങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ ഒരു പ്രസ്റ്റീഷ്യസ് ലൈഫ് ഞങ്ങൾക്കുണ്ടാക്കി തീർക്കണമെന്ന് മാത്രമേ അവർ വിചാരിച്ചുള്ളൂ. ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ തരാനോ അല്ലെങ്കിൽ നന്മയിലൂന്നിയ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നൽകുവാനോ ധാർമ്മികതയും നൈതികതയും നിറഞ്ഞു നിൽക്കുന്ന ആ പുത്തുലിയുന്ന വിദ്യ അല്ലാഹുവിന്റെ ഇൽമ് നൂറുള്ളയാണ്. ആ നൂറുള്ള ആയിട്ടുള്ള ഇൽമ് ഞങ്ങൾക്ക് നൽകാനോ, ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കാനോ, അദ്കാറുകൾ ഞങ്ങളെ പഠിപ്പിക്കാനോ, സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലിപ്പിക്കാനോ ഒന്നും ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ മെനക്കെട്ടിട്ടില്ല. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്.
ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. വലിയ മഹാനല്ലേ. ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന സന്ദർഭം ഇബ്നു അബ്ബാസ് തങ്ങളുടെ വയസ്സ് 13. ഇബ്നു അബ്ബാസ് തങ്ങളുടെ വയസ്സ് വെറും 13. പിഞ്ചു പൈതലാണ്. നമ്മളൊക്കെ പ്രായം പറഞ്ഞാൽ SSLC പ്രായം പോലും ആയിട്ടില്ല. ആ സന്ദർഭത്തിൽ പോലും പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒരായത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയാൽ ചെല്ലും ഇലാ ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കിലേക്ക് വരും. ഇബ്നു അബ്ബാസ് തങ്ങളെ ഉമർ തങ്ങൾ വരെ പോകില്ലേ, മോനെ കുഞ്ഞുമോനെ ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കും. ആര്? സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു. വലിയ വലിയ മഹാന്മാരൊക്കെ പോയിട്ട് പഠിക്കുകയാണ് ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുവേ ഇബ്നു അബ്ബാസിന് ഖുർആനിനെ നീ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ ഇബ്നു അബ്ബാസിന് ഖുർആൻ പഠിപ്പിക്കു പഠിച്ചോനെ. റബ്ബിനോട് ഡയറക്റ്റ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു വാങ്ങിക്കൊടുത്ത അമൂല്യമായ വിജ്ഞാനീയങ്ങളുടെ മഹാശേഖരം മഹാസാഗരമുള്ള വ്യക്തിത്വമാണ് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ആ ഇബ്നു അബ്ബാസ് തങ്ങളെ റസൂലുള്ള പാരന്റിംഗ് നടത്തിയതിനെ കുറിച്ച് ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങൾ വിരുന്നിന് പോകും. എന്താ, എവിടേക്കാ വിരുന്നിന് പോവാ? മൈമൂന ബീവിന്റെ അടുത്തേക്ക്. ആരാ മൈമൂന ബീവി? ഇബ്നു അബ്ബാസ് തങ്ങളുടെ മൂത്തമ്മയാണ്, ഉമ്മാന്റെ ജ്യേഷ്ഠ സഹോദരിയാണ്. അപ്പോ മൈമൂന ബീവിന്റെ അടുക്കലേക്ക് വിരുന്നിന് പോയാൽ മൈമൂന ബീവിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കും. ചെറിയ കുട്ടികളിങ്ങനെ വെച്ചുകൊണ്ട് കിടക്കല്ലോ ഉമ്മാര്. ഏട്ടത്തിന്റെ മോളാണല്ലോ, അപ്പോ അനിയത്തിന്റെ മോളാണല്ലോ. അതുകൊണ്ട് മൈമൂന ബീവി മോൻ എങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് റസൂലുള്ള അങ്ങനെ കയറി വരും. അസ്സലാമു അലൈക്കും മൈമൂന, എന്താ വിശേഷ റാഹത്തന്നല്ലേ? കയറി വന്നപാട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? കയറി വന്നപാട് ചോദിക്കുന്ന ചോദ്യം മൈമൂന സലാം പറഞ്ഞപാട് ചോദിക്കും, വിരുന്നിന് വന്ന ആ കുഞ്ഞിമോൻ അവിടെയുണ്ട്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അസല്ലൽ ഗുലാം അസല്ലൽ ഗുലാം. മൈമൂന കുട്ടി ലോറസ്കരിച്ചോ? മൈമൂന കുട്ടി അസറസ്കരിച്ചെന്ന് നമ്മളെന്താ ചോദിക്കാം? കുട്ടി ചായ കുടിച്ചോ? കുട്ടി ചോറച്ചോ? നമ്മക്ക് ബേജാറ് വേറെയാണ്. നമുക്ക് ഇന്ന് കുട്ടിക്ക് ടാബ്ലറ്റിൽ ഗെയിമൊന്നും കിട്ടിയില്ലേ? ഐപോഡിന് എന്താ കംപ്ലൈന്റ് ഉണ്ടായിനോ? ഐപാഡ് എന്തായി? മൊബൈലിൽ വല്ല കംപ്ലൈന്റ് വന്നോ? റേഞ്ച് കിട്ടാതായോ? നമ്മുടെ പ്രശ്നം വേറെയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രശ്നം വേറെയാണ്. ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയല്ലേ. മൈമൂന അസല്ലൽ ഗുലാം. മതബോധ കുട്ടിക്ക് എവിടുന്ന കൊടുക്കണ്ടേ? അതിന്റെ പ്രായപരിധി എത്രയാ? ഇത് എത്ര ചെറിയ പൈതലാണ്. ആ പൈതലിനെ കുറിച്ച് നിസ്കരിച്ചു വന്നിരിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ പോത്തോളം വലുപ്പുണ്ടായാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഏത് ബാപ്പയാണ്, ഏത് ഉമ്മയാണ്, ഏത് രക്ഷിതാവാണ് ഗൗരവമായിട്ട് പെരുമാറാറുള്ളത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ബോധം നഷ്ടമായതുകൊണ്ട് ഉമ്മത്ത് ഈ കോലത്തിലായിപ്പോയത്. ഉമ്മത്ത് ഈ കോലത്തിലായത് ഇതുകൊണ്ടാണ് അല്ലെ? നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകറുന. ഇന്ന് എല്ലാ ഗുരുത്തക്കേടും നടക്കുന്നത് മുസ്ലിം ഉമ്മത്തിലാണ്. നിസ്കാരം വേണ്ടേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാ ഫഹ്ശാവും മുൻകറും തോന്നിയാസും മൊബൈലും വാട്സപ്പും അതും ഇതും ഒഴിവ് സമയം എവിടെ ലാവിഷായി കിട്ടിയാൽ അത് അള്ളാഹുക്കും റസൂലിനും എതിരെ പ്രവർത്തിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞു വെച്ചത് അൽ മലിക് അൽ ഖുദ്ദൂസ് അൽ അസീസ് അൽ ഹക്കീം. അള്ളാഹ് പിന്നെ പറഞ്ഞു അൽ അസീസായ അള്ളാഹ്. ഇവിടെ ഒരുപാട്. അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ളത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അള്ളാഹ് പറഞ്ഞു മുഅ്മിനീങ്ങൾ വിജയിച്ചുപോയി. അൽ അഫ്ലഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചു അല്ലേ? മിനൽ ഫലാഹ്. ഈ ഫലാഹ്, ദി വേർഡ് ഫലാഹ്, മുഫ്ലിഹ് is derived from ഫലാഹ്, കർഷകൻ. കർഷകൻ എന്ന പദത്തിൽ നിന്നാണ് അഫ്ലഹ എന്ന പദമുണ്ടാകുന്നത്. ഒരു കർഷകന്റെ സന്തോഷം പെട്ടെന്നുണ്ടാവോ? ഇല്ല. ഒരു കർഷകൻ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വിത്ത് പാകണം, നല്ല മണ്ണ് നോക്കിയിട്ട്. ഭാര്യയെ തെരഞ്ഞെടുക്കുന്നത് ശരിയാണോ? ഭാര്യ നിസ്കരിക്കുക. ഭാര്യ, ഞാൻ വിശദീകരിക്കല്ല. ഒരു കർഷകൻ വിജയിക്കണമെങ്കിൽ ആദ്യം ഭൂമി ശരിയാവണം, അവിടെ പാകുന്ന വിത്ത് ശരിയാവണം. ആ വിത്ത് അതിന് കൃത്യമായി വിളവെടുപ്പ് നടക്കണമെങ്കിൽ വളം ഇടണം, വളത്തിന് പുറമെ വെള്ളം തെളിക്കണം. എന്നിട്ട് അതിങ്ങനെ ഉഷാറായിട്ട് മുളച്ചു വരുന്നത് കണ്ട് ആസ്വദിക്കുമ്പോ പെട്ടെന്ന് പുഴുക്കൾ വരും, പ്രാണികൾ വരും. അതിനെ തടുക്കാൻ മരുന്നടിക്കണം, നോക്കിക്കൊണ്ടേയിരിക്കണം. അതായത് കണ്ടിന്യൂസ് അതിന് ട്രീറ്റ്മെന്റ്, അതിനെ നോക്കിക്കൊണ്ടേയിരിക്കണം, പരിപാലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ അതിൽ നിന്ന് വിത്തുണ്ടായി, അതിൽ നിന്ന് നല്ല വിളവെടുപ്പുണ്ടായി റാഹത്തിൽ സന്തോഷിക്കാൻ ഒരു കർഷകന് കഴിയൂ. ആ പദം ഉപയോഗിച്ചിട്ട് ബിലീവേഴ്സ്
മുഅ്മിനീങ്ങളെ നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ ഇച്ചിരി പണിയുണ്ടാവും ഈ മതവിദ്യക്ക് മക്കൾക്ക് കൊടുത്തിട്ട് ഈ കാലഘട്ടത്തിൽ വളർത്താൻ. അതാണ് നമുക്കിതൊന്ന് മനസ്സിലാവുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കണം. റാഇ എന്ന് പറഞ്ഞാൽ ആടിനെ മേക്കുന്നവൻ എന്നാണ്. ആടിനെ മേക്കുമ്പോ അപ്പുറത്തെ കണ്ടത്തിൽ ചാടി ഇപ്പുറത്തെ കണ്ടത്തിൽ ചാടി അവിടെ കടിച്ച് ഇവിടെ കടിച്ച് ഇവിടുത്തെ പയർ വെള്ളിക്കുന്നു, അവിടുത്തെ അവിടുത്തെ വായ തിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. അത് നോക്കിക്കൊണ്ടേയിരിക്കണം. കുല്ലുക്കും റാഇൻ. ഉപ്പ ഉമ്മ നിങ്ങൾ ഓരോരുത്തരും ആറ്റിടയന്മാരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി മതബോധ മക്കൾക്ക് കൊടുക്കണം. കൃത്യമായി രാവിലെ എണീപ്പിക്കണം, ഖുർആൻ സ്മരിപ്പിക്കണം, ഖുർആൻ ഓതിപ്പിക്കണം, ദിക്റുകൾ ചൊല്ലിപ്പിക്കണം, സ്വലാത്ത് ചുരുങ്ങിയത് 100 വട്ടമെങ്കിലും ഒരു ദിവസം ശീലമാക്കണം, ബാപ്പയും ഉമ്മയും ബഹുമാനിക്കണം, സലാം പറയണം. ഇങ്ങനെയുള്ള എല്ലാ മതബോധം മക്കൾക്ക് കൊടുത്തു 24 മണിക്കൂറും ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ തന്നെയും ഈ വാട്സപ്പിലും ഇന്റർനെറ്റിലും ഈ ഫേസ്ബുക്കിലും മാത്രം ഒതുങ്ങുന്ന ആ ഒരവസ്ഥ മാറ്റിയെടുത്ത് മക്കളെ സംസ്കാര സമ്പന്നരാക്കി ദീനിനും ഉമ്മത്തിനും സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്രദമായ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു തീരുമാനം ഈ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഈ ഉമറാക്കൾ ഇവിടെ എടുത്തിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയുള്ള ഭാവി ജീവിതം നമുക്ക് നമ്മുടെ മക്കൾക്കുമെല്ലാം ഇസ്ലാമികപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ അസീസ് അൽ ഹക്കീം. ഹബീബ നബിനെ കുറിച്ച് പറഞ്ഞു ആയാത്തുൽ സക്കീം വയുഅല്ലിമുഹുൽ കിതാബ. ഖുർആനെ പഠിപ്പിക്കുന്നത് നബിയാണ്. അവസാനം ഹക്കീം എന്ന് പറഞ്ഞു. വൽ ഹിക്മ. ഹിക്മത്തുടയവൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമ്മുടെ KICR ടീം ബഹ്റൈനിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ GCC പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇപ്പോ ഒരു സഹോദരൻ ബഹ്റൈനിൽ നിന്നും നമുക്ക് എഴുത്ത് അവര് ടെക്സ്റ്റ് മെസ്സേജ് വിട്ടിട്ടുണ്ട്. അബ്ദുള്ള എന്ന് പറയുന്ന ബഹ്റൈനിലുള്ള അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ സഹോദരി ഭർത്താവ് ഹാർട്ട് അറ്റാക്കായി ICUയിലാണ്. വളരെ പ്രയാസത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകം ഈ സദസ്സ് അവർക്ക് വേണ്ടി ദുആയിൽ പണക്കാട് തങ്ങളോട് പറയണം. ഇവിടുന്ന് ദുആ ചെയ്യുന്ന മജ്‌ലിസിൽ ആ ദുആയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അബ്ദുള്ള എന്ന് പറയുന്ന ആ സഹോദരി അബ്ദുള്ളയുടെ സഹോദരി ഭർത്താവിന്റെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൂരീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്‌ലിസിന്റെ ഈ മഹത്തായ മാസത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ആ സഹോദരന്റെ അനുഭവപ്പെട്ട പ്രയാസം എത്ര വേഗം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا عليك توكلنا وإليك نبنا وإليك المصير. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. وآخر دعوانا الحمد لله رب العالمين. എനിക്കും മാതാപിതാക്കൾക്കും എന്റെ ഉസ്താദുമാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാനിവിടെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു. ഈ ആലിമീങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഇത്രയും വലിയ ഉസ്താദുമാരെ മുമ്പിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സൗഹൃദപരമായ ചില കാര്യങ്ങൾ ഒന്ന് അയവിറക്കിയെന്ന് മാത്രം. അല്ലാഹു റബ്ബ് കാരണം മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് ദ്വാരക്കാൻ പറഞ്ഞു, ഹാറൂൻ നബി ആമീനും പറഞ്ഞു. പക്ഷേ അള്ളാഹ് പറഞ്ഞത് അത് ഉജീബ ദഅവതുകുമാണ്. നിങ്ങളെ രണ്ടാളും ദുആ പറിച്ചോ സ്വീകരിച്ചു. സംഭവം രണ്ടാളും ദ്വാരുന്നിട്ടില്ലല്ലോ. ദ്വാരുന്ന മൂസ നബിയാണ്, ഹാറൂൻ നബി ആമീൻ പറയുകയും ചെയ്തിട്ടുള്ളൂ. അതേമാതിരി ഞാൻ ഇവിടെ പറയാൻ വന്നതല്ല, ഞങ്ങളെ ആലിമീങ്ങളെ വാക്ക് കേൾക്കാൻ വന്നതാണ് യഥാർത്ഥത്തിൽ. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരൂല്ലായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ മഹത്തായ സദസ്സിൽ വരാനും ഇവിടെ ഈ വലിയ ബർക്കത്താക്കപ്പെട്ട വേദിയിൽ പങ്കെടുക്കാൻ ഈ ആലിമീങ്ങളുടെ സഹവാസം കിട്ടിയത് ഞാൻ വലിയൊരു കാര്യമായി കണക്കാക്കുന്നു. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.